ഗെയിമിന്റെ പേര് കമൽ എന്നാണ്. ഇത് ഒരു ഇന്ത്യൻ ഹൊറർ ഗെയിമാണ്. നിങ്ങളെല്ലാവരും ഇതിനു മുമ്പ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഗെയിമിന്റെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ സ്റ്റോറി കാണിക്കുന്നുണ്ട്. ഇതിന്റെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, കമലയ്ക്ക് എന്തോ കല്യാണം ആവുന്നുണ്ട്. കല്യാണമായിട്ട് കമല ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ പോകുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് കമലയ്ക്ക് എന്തോ വയ്യാതെ വരുന്നു. അത് മാത്രമല്ല, എന്തോ അബ്നോർമൽ ആയിട്ടൊക്കെ പെരുമാറി. അപ്പോഴറിയുന്നത് കമലയ്ക്ക് എന്തോ പ്രേതം പിടിച്ചിരുന്നു. ആ പ്രേതം വെറുതെ ഇരിക്കാതെ ആൾക്കാരെയൊക്കെ പിടിച്ച് തിന്നാൻ തുടങ്ങി. ഇത് കണ്ട് പേടിച്ച് കമലയുടെ വീട്ടുകാർ ആരടുത്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയാതെ എല്ലായിടത്തും ഹെൽപ്പ് ചോദിച്ച് ലാസ്റ്റ് ഒരു വഴിയും ഇല്ലാതെ അവർ വിഷമിച്ചിരുന്ന സമയത്താ ഇവരിങ്ങനെ ഹെൽപ്പ് ചോദിക്കുന്നത് അറിഞ്ഞൊരു മന്ത്രവാദി വരുന്നത് അവിടെ. ഈ മന്ത്രവാദി നല്ല പവർഫുൾ ആയിട്ടുള്ള ആളെന്നുള്ള രീതിയിലൊക്കെ അതിൽ കാണിക്കുന്നത്. അത് മാത്രമല്ല, അതിലുള്ള ഈ മന്ത്രവാദിയെ നമ്മളാണ്. അപ്പൊ എന്തായാലും ഈ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഗൈസ്, ഈ ഗെയിം ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. കുറെ പേര് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ കമല കളിക്കാനെന്ന് പറഞ്ഞോണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഗെയിം വാങ്ങിച്ച് ഓപ്പൺ ചെയ്ത് അപ്പൊ തന്നെ റെക്കോർഡും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ അകത്തോട്ട് പോവാം. ഇവിടെ എന്തോ ഒരു കാട്ടിലാണ് നമ്മളെ കൊണ്ടുവന്ന് വിട്ടേക്കുന്നത്. ഇതിനകത്ത് എവിടെ കമലയുടെ വീട് കണ്ടുപിടിച്ച് നമ്മൾ കമലെന്നുള്ള പ്രേതത്തിനെ ഒഴിപ്പിച്ച് കളയണം. അതാണ് നമുക്ക് ഇതിനകത്തുള്ള ടാസ്ക്. എന്തൊക്കെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഇവിടെ എന്തോ ഇത് കുരിശോ? ഗൈസ്, ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഓ, ലൈറ്റാ കേട്ടോ. നമുക്ക് പോകാനായിട്ട് വെളിച്ചമൊക്കെ കിട്ടാനുള്ള ലൈറ്റാ. കമല ഏതോ കാട്ടിന്റെ നടുക്കാണെന്ന് തോന്നുന്നില്ല വീടൊക്കെ കൊണ്ടുവച്ചേക്കുന്നത്. എന്തോ ആരോ ഒക്കെ കാണിക്കുന്നത്. അതേ ഒരു ഗേറ്റ്. ഗൈസ്, ഒരു ഗേറ്റ് ഉണ്ട്. ഇപ്പുറത്തും അപ്പുറത്തും എന്തോ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ എന്തോ വീടിന്റെ ഉടമസ്ഥന്റെ പേരെന്തോ എഴുതി വെച്ചേക്കുക. പിന്നെ ഇപ്പുറത്ത് എന്തുവാ? ഇപ്പുറത്ത് എന്തോ മതില് വൃത്തികേടാക്കരുത് എന്നൊക്കെ പറഞ്ഞാ ഗൈസ് എഴുതി വെച്ചേക്കുന്നത്. എന്തായാലും നമുക്ക് ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറാം. തുറന്ന് എനിക്ക് അകത്തോട്ട് കയറാൻ നല്ല പേടിയുണ്ട്. ഇവിടെ മൊത്തം പാറ്റയാണല്ലോ. ഗൈസ്, ഇവിടെ എന്തെങ്കിലും ചത്തും എല്ലാം കിടപ്പുണ്ടായിരിക്കും. അതായിരിക്കും ഇത്രയും പാറ്റയൊക്കെ അവിടെ ഓടി നടക്കുന്നത്. എന്തായാലും നമ്മളിതേ വീടിന്റെ അവിടെ എത്തി. ഇതേ വീടിന് തീ പിടിക്കുന്നത്. ഗൈസ്, ഇതെന്തോ വീടിന് തീയൊക്കെ പിടിക്കുന്നത്. ഓ, അതാ വാതിലിന്റെ ഫ്രണ്ടിൽ തീ ഇട്ടേക്കുക. നമ്മൾ കേറാതിരിക്കാം. ഗൈസ്, നമുക്ക് വല്ല മന്ത്രം ചൊല്ലി ഒഴിപ്പിച്ചു വിടാൻ പറ്റുമോ? ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പോ എങ്ങനെയെങ്കിലും അണയ്ക്കണമല്ലോ. ഇതിന് എന്തെങ്കിലും ഒരു വഴി എവിടെങ്കിലും കാണുമായിരിക്കും. ആ വഴിയാണ് നമ്മൾ അകത്തോട്ട് പോകേണ്ടത്. ഏത് നോക്കിയ മരത്തിനകത്ത് എന്തോ കയറൊക്കെ കെട്ടിത്തൂക്കിയൊക്കെ ഇട്ടേക്കുന്നത്. ഗൈസ്, എന്തോ കെട്ടിത്തൂക്കാൻ വേണ്ടിയാണെന്നാ തോന്നുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അതേ ഇവിടെ ഒരു പൈപ്പ് ഉണ്ടല്ലോ. പൈപ്പ് കൊണ്ട് വെള്ളമുണ്ട്. ഇവിടെ മൊത്തം പാറ്റയാ. ഇവിടെ ഈ വീട് ഫുള്ള് പാറ്റയാണെന്നാ തോന്നുന്നത്. പക്ഷെ ഈ പൈപ്പില് നമുക്ക് കൈകൊണ്ട് വെള്ളം കോരി ഒഴിക്കാനാണ് നടക്കത്തില്ല. എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ നോക്കാം നമുക്ക്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. ദേ ഒരു വിളക്കൊക്കെ ഉണ്ട്, കയറുണ്ട്, കുറെ ഈച്ചയൊക്കെ കറങ്ങുന്നു. ഇതെന്ത് ബാറ്റോ? പക്ഷെ അതിലും കൂടുതൽ പാറ്റയാണല്ലോ ഇവിടെ ഉള്ളത്. ഇത് ചൈനക്കാർ. പേടിച്ചു പോയി ഞാൻ. അതിനകത്ത് തട്ടിപ്പറ്റുന്ന അനങ്ങി. എന്തോ ഇത് പാടത്ത് വെക്കേണ്ട സാധനമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വീട്ടിനകത്തൊക്കെ വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പക്ഷേ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പാറ്റയെ ഉള്ളതെന്ന് തോന്നുന്നു. ഇതിപ്പോ ചൈനക്കാരറിഞ്ഞായിരുന്നെങ്കിൽ മൊത്തത്തിനും കൂടെ പിറക്കിക്കൊണ്ട് പോയേനെ. ആ മുറിക്കകത്തൊന്നും ഒന്നും ഇല്ല. നമുക്ക് തീ അണയ്ക്കാൻ വേണ്ടി പറ്റിയ ഒരു സാധനവും ഇല്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ എന്തോ മതിലൊക്കെ ഉണ്ടല്ലോ. കിടക്കുന്ന ഒരു കുടം കിട്ടി. അപ്പൊ ഈ കുടത്തിനകത്ത് നമ്മൾ വെള്ളം പിടിച്ച് തീ അണക്കണമെന്നാ തോന്നുന്നത്. എന്തായാലും ഞാൻ ആ പൈപ്പ് എവിടാന്ന് നോക്കട്ടെ ഒന്നും കൂടെ. പക്ഷെ തീ ഒന്നും കൂടെ കൂടുന്നുണ്ടല്ലോ. ഇതിന്റെ പോക്ക് കണ്ടിട്ട് മിക്കവാറും ഈ വീട് മൊത്തം കത്തുമെന്നാ തോന്നുന്നത്. പൈപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതെന്തായാലും ഇവിടെ വെക്കാം. അയ്യോ, ഇതിനകത്ത് വേറൊരു സംഭവം വേണമെന്നാ പറയുന്നത്. ഇതുണ്ടെങ്കിലേ നമുക്ക് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റത്തുള്ളൂ. കാശല്ലേ, നമുക്ക് പഴയ കാലത്തെ പൈപ്പായത്. അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു കമ്പ് പോലത്തെ സാധനമുണ്ട്. അതായിരിക്കും ഇനി അകത്ത് കിടന്ന്. അതാ എനിക്കൊരു ഡൗട്ട്. ഞാനത് അങ്ങോട്ട് ഓടുന്നത്. നമുക്ക് അവിടെ പോയി നോക്കാം. നേരത്തെ ഒരു പാറ്റ് പോലത്തെ സാധനം നമ്മൾ അവിടെ കണ്ടില്ലായിരുന്നോ? ഇതെടുത്തിട്ട് നമുക്ക് പോവാം. എടുക്കാൻ പറ്റുന്നില്ലല്ലോ. എടുക്കാൻ പറ്റത്തില്ലേ ഇത്? പക്ഷെ ഇത് എടുക്കാൻ പറ്റുന്നു. പറ്റി. കുറെ നേരം നോക്കിയിട്ട് അത് എടുക്കാൻ പറ്റിയത്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അത് പെട്ടെന്ന് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് ഇത് കൊണ്ടുപോയി അതിനകത്ത് വെച്ചിട്ട് നോക്കാം വെള്ളം എടുക്കാൻ പറ്റുമോന്ന്. പക്ഷെ ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെ കറക്റ്റാണ് കേട്ടോ. ആ കളറും ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് അപ്പോഴേ സംശയം തോന്നി. അപ്പൊ നമുക്ക് എന്തായാലും ഇനി വെള്ളം എടുക്കാം ഇതിനകത്തുനിന്ന്. ഇതിനകത്ത് നമ്മളിങ്ങനെ പിടിച്ച് വേണം വെള്ളം എടുക്കാനായിട്ട്. ഇപ്പൊ എന്തായാലും നമുക്കിത് അറിയുമ്പോഴത്തേന് അവിടെ കൊണ്ടുപോയി വെച്ച് തീ അണയ്ക്കാം. അതിനിപ്പോ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്ഷെ ഇത് മൊത്തത്തിൽ കത്തുമെന്നാണല്ലോ തോന്നുന്നത്. ഇപ്പൊ വെള്ളം ഒഴിച്ചില്ലായിരുന്നെങ്കിൽ വീട് നിന്ന് കത്തിയേനെ. അയ്യോ, അണയുന്നില്ലല്ലോ. പക്ഷെ ഇത് ഇത്ര ഒഴിച്ചിട്ട് അണയുന്നില്ല. ഒന്നും കൂടെ കൊണ്ടുവന്ന് ഒഴിച്ചു നോക്കാം. ചിലപ്പോൾ അണയുമായിരിക്കും. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയായിരിക്കും നമ്മൾ അകത്തോട്ട് കയറേണ്ടത്. എന്തായാലും ഞാൻ പിന്നെയും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ തീ ചെറുതായിട്ട് അണഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് തന്നെ ചെയ്യാം. ഒന്നും കൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ അണയുമായിരിക്കും. പിന്നെ ഗെയിമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, എല്ലാ ഗെയിമിലും പ്രേതങ്ങളെല്ലാം നമ്മളെ ഇങ്ങോട്ടാണ് പിടിക്കാൻ വരുന്നത്. പക്ഷെ ഈ ഗെയിമിൽ നമ്മൾ പ്രേതത്തിനെ പിടിക്കണം. പ്രേതത്തിനെ ഇവിടുന്ന് ഓടിച്ചു വിടണം. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തീ അണഞ്ഞ് നമുക്ക് അകത്തോട്ട് കയറാം. എനിക്ക് ചെറിയ പേടിയുണ്ട്. ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് ഹെഡ്ഫോൺ യൂസ് ചെയ്താൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന്. എനിക്കെന്തോ ഹെഡ്ഫോൺ യൂസ് ചെയ്താൽ നമ്മൾ ചത്തു പോകുന്നാ തോന്നുന്നത്. അത്രയും പ്രേതമൊക്കെ കാണുമായിരിക്കും. ഞാൻ എന്തായാലും അകത്തോട്ട് കയറിയിട്ടുണ്ട്.
ഗൈസ് വീടിനകത്ത് എത്തി. ഫസ്റ്റ് തന്നെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് നമ്മൾ കമലയെ കണ്ടുപിടിക്കണമെന്നാ. ഇവിടെ എവിടെ പോയി നമ്മൾ കമലയെ കണ്ടുപിടിക്കും? ആദ്യം നമ്മൾ കമലയെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഗെയിം. എന്തായാലും നമുക്ക് തന്നെ തിരക്കി കണ്ടുപിടിക്കാം ഗൈസ്. എവിടാ ഇത്? വലിയ വീടാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് എവിടാന്ന് പറഞ്ഞ് നമ്മൾ തിരക്കി കണ്ടുപിടിക്കും. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് എടുക്കണം. ഇതെന്തുവാ? പൂട്ടിയ മുറി. എന്തോ ഒരു മുറി പൂട്ടിയേക്കുന്നു. ആ മുറിക്കകത്ത് എന്തോ താക്കോലുണ്ടെങ്കിലും എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളിവിടെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ തിരക്കണം. താക്കോലൊക്കെ നമുക്ക് കിട്ടുമെന്നാ തോന്നുന്നത്. പക്ഷെ ഇവിടെ കുറെ മുറിയുണ്ട് കേട്ടോ. ബാത്റൂമാണോ അത്? എന്തോ ബാത്റൂമായിരുന്നു. കബോർഡെല്ലാം നോക്കി നോക്കി പോകുന്നതായിരിക്കും നല്ലത്. ഇതിനകത്തൊന്നും ഒന്നും ഇല്ല കേട്ടോ. ഇതെന്തോ ഇത്? പെട്ടിയോ? എന്തോ ഒരു പെട്ടിയുണ്ടല്ലോ. ഓ, ലോക്കൊക്കെ ഉള്ള പെട്ടിയാ. അപ്പൊ ഇത് തുറക്കാൻ പറ്റത്തില്ലായിരിക്കും. എന്തോ ഇത്? ലോക്ക് വല്ല മാറ്റി നോക്കണോ? പക്ഷെ ഞാനൊന്ന് തിരിച്ചു കറക്കി നോക്കിയതാ. ഒന്നും ഇല്ല കേട്ടോ. 0 തന്നെ വെച്ച് നോക്കാം. ഒന്നും പറ്റുന്നില്ല. ഇതിനെന്തോ ഒരു ലോക്കുണ്ട്, എന്നാലേ അത് തുറക്കാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് വല്ലതും കാണുമെന്നും അറിയുന്നില്ല. പക്ഷെ എന്തായാലും നമുക്ക് കമലയെ തിരക്കി കണ്ടുപിടിക്കണം. ഇവിടെ കുറെ മുറിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എല്ലായിടവും കൂടെ തിരക്കി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധനം നമുക്ക് കിട്ടുമായിരിക്കും. ഇതെന്തോ ഇത്? മേലൊരു സാധനം തൂക്കിയൊക്കെ ഇട്ടേക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ കമല ആണെന്ന് തോന്നുന്നത്. ഫോട്ടോയിലൊക്കെ ഇരിക്കുന്നത്, പക്ഷെ മുഖം ഫുള്ളും ബ്ലറായിരിക്കുക. ഇവിടെ വേറെ എന്തൊക്കെയോ കബോർഡും അലമാരിയൊക്കെ ഉണ്ട്. അലമാരിയിൽ എന്തോ ഇത്? എന്തോ സാധനം ചത്ത് കിടക്കുന്നല്ലോ. ഒരു 4 ആനയെ നിരത്തി വെച്ചേക്കുന്നു. ഇത് കറക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്, പക്ഷേ കറക്കിയിട്ടും തിരിച്ചിട്ടൊക്കെ ഒന്നും ആവുന്നില്ല. എന്തിനായിരിക്കും അത് വെച്ചേക്കുന്നതെന്ന് അറിയുന്നില്ല. എന്തായാലും നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. അവിടെ എന്തോ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് അത് നോക്കിയില്ല. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയുന്നില്ലല്ലോ. നോക്കിയേക്കാം നമുക്ക്. ഇവിടെ എന്തോ ഉള്ളത്? ചീപ്പ് ശംഖ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വല്ലതും ഉണ്ടോന്ന് നോക്കിയാൽ അതിനകത്തൊന്നും ഒന്നും ഇല്ല. ബ്രഷൊക്കെ മാത്രമേ ഉള്ളൂ അവിടെ. ഹൈസ് കമലക്കയുടെ ബ്രഷാണെന്നാ തോന്നുന്നത്. എന്തായാലും ഈ മുറി തുറന്നു നോക്കാം. ഈ മുറിക്കകത്ത് എന്തോ ഉള്ള? എന്തോ കുറെ മുറിയിലോട്ട് പോകുന്ന വഴിയാന്ന് തോന്നുന്നത്. ഈ മുറിക്കകത്ത് 2 വാതിലുണ്ടോ? കുറെ അലമാരിയൊക്കെ ഉണ്ടല്ലോ. അലമാരിക്കകത്ത് തുണിയൊന്നുമില്ല കേട്ടോ. ഓ, ഇതിനകത്ത് ഇതിന്റെ അടിയിൽ കയറി നമുക്ക് ഹൈഡ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റും. ഇവിടെ എന്തോ